ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നത് ചെറിയൊരു കാര്യം, അതായത് കുറേ മുമ്പ് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഞാനത് ആക്ച്വലി നമ്മുടെ ചെയിനുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ചെയിന് അഴിച്ച സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം കണ്ടപ്പോൾ ഞാൻ ആ അഴിച്ചത് എന്തിനാണോ ആ സംഭവം പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ ആ ഷൂട്ട് ചെയ്ത വീഡിയോ അവിടെ വെച്ച്, ഇത് ഏകദേശം മാർച്ചിലാണ്, ഈ ഒരു വർഷം തന്നെ മാർച്ച് മാസത്തിലാണ് ഈ സംഭവം ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ചെയിൻ കവറൊക്കെ ഞാൻ അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അഴിച്ച സമയത്ത് എനിക്ക് ആ ചെയിൻ കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് രണ്ട് ഈ മെറ്റലിൻ്റെ പീസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയ സമയത്ത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രോക്കറ്റ്, നമ്മുടെ ചെയിനിൻ്റെ ബാക്ക് സ്പ്രോക്കറ്റിൻ്റെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഈ സ്പ്രോക്കറ്റിൻ്റെ അതിൻ്റെ ആ ടിപ്പ് കട്ടായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, മുകളിലുള്ള രണ്ടെണ്ണം അല്ല കേട്ടോ, ഓൾമോസ്റ്റ് കട്ടായിട്ടുണ്ട്. കട്ടാവാത്തതും കട്ടായിട്ടുള്ളതും കാണുമ്പോഴേ കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, അത് കട്ടായി കിടക്കുകയാണ്. താഴത്തുള്ളതൊക്കെ ഓക്കെയാണ്. പിന്നീട് ഞാനത് തിരിച്ച് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണ്ടോ. ഇതൊക്കെ കട്ടായി കിടക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ പേര് അവിടെ കാണുന്നുണ്ട്. ഞാൻ കമ്പനിയുടെ ഒരിക്കലും മോശമാക്കി പറയല്ല, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം. അപ്പോൾ കണ്ടില്ലേ, താഴത്തോട്ട് വരുന്നത് കണ്ടില്ലേ, ഇതൊക്കെ കട്ടായി കിടക്കുകയാണ്. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതൊക്കെ കറക്റ്റ് ഫോക്കസ് ആവുന്നില്ല. കണ്ടില്ലേ, കണ്ടില്ലേ, ഫുള്ള് കട്ടായി കിടക്കണം. ഓൾമോസ്റ്റ് ഒരു 80% കട്ടായിട്ടുണ്ട്. ഇനി ഒരു 20%, 42 ടീത്താണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഏകദേശം ഒരു 10-36 കട്ടായി കിടക്കുക തന്നെയാണ്. കണ്ടില്ലേ, കംപ്ലീറ്റ് കട്ടായി കിടക്കുകയാണ്. അപ്പോൾ സംഗതി ഓടുന്നുണ്ട്. നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പവർ ഡ്രോപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം അത് അവിടെ മുതൽ ഓക്കെയാണ്. കണ്ടോ, ഇവിടെ മുതൽ എങ്ങനെ വന്ന് അവിടെ വരെ ഓക്കെയാണ്. പിന്നീട് വീണ്ടും ഇത് ഒരു 4-5 മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം കട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ഓടിക്കുന്ന സമയത്ത് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നോർമലി ഒരു 1000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ചെയിനൊന്ന് അഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. അപ്പോൾ ഇത് ശരിക്കും എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. കാരണം ആദ്യത്തെ പറഞ്ഞാൽ ഞാനങ്ങനെ പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കാണുകയാണ് ഞാൻ. കാരണം ഞാൻ തന്നെ മാറ്റിയ ചെയിനാണിത്. ഇത് ഏകദേശം 25,000-26,000 കിലോമീറ്റർ സമയത്താണ് ഞാൻ ഈ ഒരു ചെയിന് മാറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം വണ്ടി ആ സമയത്ത് എനിക്ക് തോന്നുന്നു 55,000 ആ സംതിങ് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്കൊരു 30,000 കിലോമീറ്ററോളം ഓടി നമ്മുടെ ചെയിന്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനിയും നമുക്ക് കിട്ടുന്നതൊക്കെ ബോണസ് തന്നെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു സ്പോക്കറ്റ് കൂടി നോക്കി. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തേയ്മാനം കാണുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ടിപ്പ് പൊട്ടിപ്പോകുന്നൊരു ഇഷ്യൂ ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ കാണുന്നില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30,000 കിലോമീറ്റർ വരെയൊക്കെ ഒരു ചെയിൻ ഓടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം ഓക്കെ ആണ്. ചില വണ്ടികൾ, എല്ലാ വണ്ടികളും 30,000 കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ചില വണ്ടികൾ വളരെ ലൈഫ് കുറവുള്ള വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവർക്ക് ഉപയോഗിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ 1-2 ചെയിനൊക്കെ മാറുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എത്രത്തോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ അത് ചെയിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിലായപ്പോൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഈ ചെയിന് മാറുന്നതിനെ കുറിച്ചൊന്നും അപ്പോൾ നോക്കാതിരുന്നത്. എനിക്ക് ഓടുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂസൊന്നും തോന്നിയതുമില്ല. അപ്പോൾ ഞാനിതങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും നമ്മൾ സെയിം ചെയിൻ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ടിപ്പുകൾ കൂടി കട്ടായി പോയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഫുള്ളായിട്ട് കട്ടായി പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വണ്ടി ഓടിക്കുന്നതിനോ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വണ്ടി ഏകദേശം 60,000 കിലോമീറ്റർ ആവാറായി, 59 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ 60,000 നമ്മൾ ഓയിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ കൂടെ നമുക്ക് ചെയിനും കൂടി ചേഞ്ച് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കണ്ടില്ലേ, ഇതിൻ്റെ ആ ടിപ്പാണ് കിടക്കുന്നത്, പൊട്ടിയിട്ടുള്ള ആ ഒരു പീസാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് ഒരുപാട് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു തേയ്മാനം കൂടി വരുമ്പോൾ അറ്റം ഇതുപോലെ പൊട്ടി പോവായിരിക്കാം. ചില ചെയിനുകളൊക്കെ അങ്ങനെ ആയിരിക്കാം. ചില ചെയിനുകൾ ഇങ്ങനെ തേയ്മാനം വന്നു പോവായിരിക്കും ചെയ്യുന്നത്. നമുക്ക് കിലോമീറ്റർ കിട്ടിയിട്ടുണ്ട്. കമ്പനി റോളനാണ്, നിങ്ങൾ നേരത്തെ കണ്ടാണ് ചെയിനിൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ റോളനാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനി തന്നെയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനത് മേടിച്ചിട്ടതും. കമ്പനി തന്നെ അത് റോളൻ
പിന്നെ ചെയിൻ ആണ് ഇതിൻ്റെ കൂടെ മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പല കമ്പനികൾ വരുന്നുണ്ട്, ഡയമണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല കമ്പനികൾ തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു 30-35 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ലൈഫ് കിട്ടിയെന്ന് നമുക്ക് പറയാം. പിന്നെ അതിൽ കൂടുതൽ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ എന്താ പറയുക, അതൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പോൾ ഇനിയിപ്പോൾ കമൻറ്റിൽ നമുക്ക് 40,000 കിട്ടി, എനിക്ക് 60,000 കിട്ടി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. അപ്പോൾ എന്തായാലും നമുക്കൊരു 30-35 കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ചെയിൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വിഷമം വരേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരിക, എന്തെങ്കിലും ഒരു കമൻറ്റ്, നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.